ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വേട്ട തുടരുകയാണ്. ഇന്നലെയും ഒരു ഹൈന്ദവ യുവാവിനെ മോഷണ കുറ്റം ആരംഭിച്ച് തല്ലിക്കൊന്നിരിക്കുകയാണ്. കാരണമില്ല. കാരണം ആദ്യം തന്നെ മതനിന്ദ ആരോപിച്ച് കൊല്ലുന്നു. ഇപ്പോൾ മോഷണ കുറ്റം. അത് തുടർ സംഭവമാകുകയാണല്ലോ. ആദ്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ചെയ്തതാണ് ഭക്തന്മാരെയാണ് ആക്രമിച്ചത്. ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ ആക്രമിച്ചു. സന്യാസിമാരുടെ നേരെ ആക്രമണം നടന്നു. ഭാരതം അത് ശക്തിയായിട്ട് അപലപിച്ചു. ബംഗ്ലാദേശ് ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു. പാകിസ്ഥാൻ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു. ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടി കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനായിട്ട് വീണ്ടും വിഭജിച്ച് ബംഗ്ലാദേശ് ഉണ്ടായി. ഭാരതത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടായിരുന്നു ബംഗ്ലാദേശ് രൂപീകരിച്ചത്. പക്ഷേ അവരുടെ സ്വഭാവം മാറുക. സ്വഭാവം ഏകദൈവ വിശ്വാസികൾ ബഹുദൈവ വിശ്വാസികളെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ. അവർ വായിച്ച ഒരേ പുസ്തകം തന്നെയാണല്ലോ. കാരണം രണ്ട് സ്ഥലത്തും ഒരുപോലെയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുണ്ട്, ശരിയാണ്. പക്ഷെ ഭാരതത്തിൽ നിന്ന് തീവ്രവാദം മുഖേന ഭാഗിച്ചപ്പോൾ, ഞാൻ തീവ്രവാദം എന്നുള്ള പദം തന്നെ ഉപയോഗിച്ചു, ആ തീവ്രവാദം തന്നെയായിരുന്നു അന്നും. ഭാഗിച്ചു പോയ ആൾക്കാർ എന്നെന്നും ഭാരതത്തിലെ ആളുകളോട്, അത് ഹിന്ദു എന്നുള്ള നിലയ്ക്കല്ല, ഏത് സങ്കല്പമാണോ ഹിന്ദുവിനുള്ളത് ആ മതങ്ങളോട് മുഴുവൻ, ഹിന്ദു ധർമ്മത്തിലെ മതങ്ങളോട് മുഴുവൻ, ബൗദ്ധമതം, ജൈനമതം, ഇതെല്ലാം ഹിന്ദുത്വത്തിൻ്റെ ഭാഗമാണ്. ഇതിനോട് എല്ലാവരും ഒരു കാണിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ തകർത്തത് മുഴുവൻ എന്തായിരുന്നു? ബുദ്ധ ക്ഷേത്രങ്ങളും ബുദ്ധ വിഗ്രഹങ്ങളും ഒക്കെ ആയിരുന്നു. പാകിസ്ഥാനിലും തന്നെ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ എന്തെല്ലാം ചെയ്യുന്നോ ഹിന്ദുക്കളോട്, ഇത് തന്നെയാണ് ബംഗ്ലാദേശിലും ചെയ്യുന്നത്. അത് ചില സമയത്ത് ജനാധിപത്യം നിലനിൽക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഹിന്ദുക്കളുടെ നേരെ അക്രമം നടന്നത് അറിയപ്പെട്ടിരുന്നില്ല. ഭാരതത്തിൽ ഇന്ന് അതിനെക്കുറിച്ചെല്ലാം സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്നതുകൊണ്ട് ഇന്ന് അറിയപ്പെടുന്നു. കുറച്ചും കൂടി ശക്തിയായി. ഭീകരവാദികളാണ് ഇന്ന് ബംഗ്ലാദേശ്, അതിൽ ഭരണം എന്ന് പറയാൻ പറ്റില്ല, കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം ജനാധിപത്യ രീതി അനുസരിച്ച് അവിടെ ഇലക്ഷൻ നടക്കുന്നൊക്കെയാണല്ലോ പറയുന്നത്. ഏതായാലും ആ സമയത്ത് ഭീകരന്മാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളുടെ നേരെ അക്രമം നടത്തണം. അക്രമം നടത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ്, ഇസ്ലാമികരല്ലാത്ത ആരും തന്നെ ഇവിടെ ജീവിക്കില്ല എന്നുള്ളൊരു അന്തരീക്ഷം അവിടെ നിർമ്മിച്ചാൽ അവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ മുഴുവൻ വോട്ടും കിട്ടിക്കൊണ്ട് ഇവർ അധികാരത്തിൽ വരാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്ത് വേണം? അവർ കുറച്ച് ദിവസം മുമ്പ് ആദ്യം അവർ നേരെ അക്രമം നടത്തി. രാഷ്ട്രങ്ങൾ അതിനെ അപലപിച്ചു. പിന്നീട് തൽക്കാലത്തേക്ക് നിർത്തി. വീണ്ടും അവർ മതനിന്ദ ആരോപിച്ചുകൊണ്ട് ഒരാളെ കെട്ടിത്തൂക്കി തല്ലിക്കൊന്നു. ഇതും സംഭവം അത് തന്നെയാണ്. ആരോപണം പലതാണെങ്കിൽ പോലും സംഭവം ഹിന്ദുക്കളെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അറിയപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണിത്. അറിയാത്ത എത്രയോ സംഭവങ്ങൾ നടക്കും. ഈ വിഷയം നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ഹിന്ദു യുവാക്കളെ മതത്തിന്റെ പേരിൽ തല്ലിക്കൊല്ലുകയാണ്. പക്ഷെ ഇന്ത്യയിലെ ചർച്ച ഈ ചെറിയ രീതിയിൽ കരോൾ തടഞ്ഞു, അതോടൊപ്പം തന്നെ ക്രിസ്മസ് ആഘോഷിക്കാൻ സമ്മതിച്ചില്ല. അതിപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പോയിട്ട് എന്താ പറയുന്നത്? അല്ല, ജീവനേക്കാൾ വലുതാണോ ഈ ക്രിസ്മസ്? അതാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഭാഗം ചെറിയ പരിപാടി അത് പർവ്വതീകരിക്കുക. മറ്റുള്ള സ്ഥലങ്ങളിൽ ഹിന്ദുവിൻ്റെ നേരെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതിനെ വളരെ ചെറിയ, പുറത്തുതന്നെ പറയുന്നില്ല, അഥവാ എങ്ങനെയെങ്കിലും പുറത്തറിഞ്ഞാൽ തന്നെ ചെറിയ കാര്യമായിട്ട് സങ്കല്പിക്കുക. ഇത് ഇന്നും ഇന്ത്യയിലെ, ഭാരതത്തിലെ, കേരളത്തിലെ, ബംഗാളിലെ, ഇവിടുത്തെ എല്ലാ സ്ഥലത്തുമുള്ള ഗവൺമെൻറ്റുകളുടെ അറിവോടുകൂടി ചില വ്യക്തികൾ അതിനെ ഏറ്റവും മാധ്യമങ്ങളുമുണ്ട്, ഏറ്റവും ചെറിയ രീതിയിലാക്കാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. ഇവരുടെ എല്ലാവരുടെ ഉദ്ദേശം ഒറ്റയൊന്നേ ഉള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ പടപ്പുറപ്പാടുണ്ടാവും, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ലാന്ന്. എന്തിനാ? ന്യൂനപക്ഷങ്ങളെ, വിദേശത്തുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഗവൺമെൻറ്റും ഉള്ള സമയത്ത് അതിനെ അധിക്ഷേപിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇറക്കും. ഏതായാലും വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സമയത്താണ് മറ്റൊന്ന് കാണേണ്ടത്. അതിർത്തി പ്രദേശങ്ങളിൽ മുഴുവൻ മാത്രമല്ല, ഭരണസ്ഥിരാകേന്ദ്രമായിരിക്കുന്ന ദില്ലിയിൽ
അതേപോലെ തന്നെ കേരളം പോലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇവിടെ എല്ലാം ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞിട്ട് കയറുണ്ട്. ഈ നുഴഞ്ഞുകയറ്റക്കാർ അധികമായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവാദികളെ കൂടി നിർത്തിക്കൊണ്ട് ഹിന്ദുക്കളെ മുഴുവൻ നശിപ്പിക്കാനുള്ള ശ്രമം എല്ലാ സ്ഥലത്തും നടക്കും. അതും ചിന്തിക്കേണ്ടതാണ്. അവരുടെ കോളനികൾ വരും, അവരൊന്നിച്ച് കൂടുന്ന സ്ഥലങ്ങൾ വരും. അപ്പോൾ എന്തു വിചാരിക്കും, നമ്മൾ മറ്റുള്ള ബീഹാറെന്നും മറ്റുള്ളതെന്ന് പറഞ്ഞ ആൾക്കാരാണ് എന്നുള്ള സങ്കല്പത്തോടുകൂടി അവർക്ക് ചില ഓമന പേരുകൾ കൊടുക്കും. അവരുടെ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ ചെയ്യാനും ആ കുട്ടികളെ ഭീകരന്മാരായിട്ട് വളർത്തും. അവർ പിന്നെ അറിയപ്പെടുമ്പോൾ ഭാരതീയരായിട്ടാണ് അറിയപ്പെടുക. പക്ഷെ അവരറിയപ്പെട്ടിട്ട് വരുന്നപ്പോഴേക്ക് ഇവിടെ ഭീകരത അത്യുന്നത രീതിയിലെത്തും. പിന്നെ നടക്കുന്നത് ഹിന്ദുക്കളുടെ നേരെയുള്ള കലാപമായിരിക്കും. ഇതാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന കാര്യം. സമീപകാലത്ത് കേരളത്തിലും അതേപോലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ബംഗാളിൽ ഇത് നടക്കുന്നുണ്ടല്ലോ. ബംഗാളിലത്തെ പുറത്തറിയാത്തത് കൊണ്ടല്ലേ. ബംഗാളിൽ ഇതേ കാര്യം ഹിന്ദുക്കളുടെ നേരെ നടക്കുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത അവരുടെ രാഷ്ട്രീയക്കാരെ നേരെ നടക്കുന്നുണ്ട്. അപ്പം അതിനെന്ത് ചെയ്യും? RSS ആണ് പ്രശ്നം. അപ്പോൾ RSSൻ്റെ നേരെയാണ് അക്രമം. RSS മനുഷ്യരല്ലേ, അവരുടെ നേരെ അക്രമം നടത്താൻ പാടില്ല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് എന്താ? RSSൻ്റെ നേരെയാണ്. അപ്പോൾ RSS മനുഷ്യരല്ല എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ആ വിധത്തിൽ ഈ കാര്യങ്ങളെ മാറ്റിവെച്ച് അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതിനൊന്നും മുന്നോട്ട് കൊണ്ടുവരാൻ ചെയ്യാത്ത ഒരവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇവർ. അതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കാരണം അതിൻ്റെ കാരണം തികച്ചും ഇന്ന് ഭാരതം ഭരിക്കുന്ന ഗവൺമെൻറ്റിനോടുള്ള ഒരു തീരാത്ത എതിർപ്പ് അവർക്ക്. അതിന് കാരണമൊന്നും പ്രത്യേകിച്ചില്ല. കാരണം ഇവരുടെ ഇംഗിതങ്ങൾ നടക്കുന്നില്ല. പല കാര്യങ്ങളും നിൽക്കുന്നു. കള്ളക്കടത്ത് പിടിക്കുന്നു. പുറത്ത് പോയിട്ട് അവിടുന്ന് കണ്ടമാന സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പല ആൾക്കാർക്കും. ഞാൻ ആരൊക്കെ എന്തൊക്കെയെന്ന് പറയുന്നില്ല. പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റിൽ കയറിപ്പോയി അവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ. ഇതെല്ലാം ഇന്ന് നിന്നു കുറച്ച് വർഷം കൊണ്ട്. അപ്പം ഇവരെല്ലാം കൂടി ഒത്തുകൂടിക്കൊണ്ട് ആരാണോ ഇതിനെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്കെതിരായിട്ട് തിരിയാന്നുള്ള ഒരു അജണ്ടയാണ് ഇതിൻ്റെ പിന്നിൽ മുഴുവനുള്ളത്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ബംഗ്ലാദേശിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതിന് പിന്തുണ പോലും കൊടുക്കാൻ ഇവിടുത്തെ ചില പ്രതിപക്ഷത്തിരിക്കുന്നവർ ഉണ്ടായാൽ അത്ഭുതമില്ല. ഇവിടുത്തെ ഭാരതത്തിലെ. കാരണം ഇനി ഒരു 4 ദിവസം മുൻപ് പോയിട്ട് ജർമ്മനിയിൽ പോയിട്ട് എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്? ഭാരതത്തിന് വിരുദ്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, പിന്നെ നാം ഇന്ത്യയിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള ഒരു സന്ദേശമല്ലേ പാകിസ്ഥാനിൽ സംഭവിച്ചത്, ബംഗ്ലാദേശിൽ സംഭവിച്ചത് നാളെ ഇന്ത്യയിൽ സംഭവിക്കുമല്ലോ. ജനങ്ങൾക്കുള്ള സന്ദേശം അതാണ് ഞാൻ പറയാം. കേരളത്തിലൊക്കെ ഇത് സംഭവിക്കുമ്പോൾ ഭാരതത്തിൽ മുഴുവൻ സംഭവിക്കാം. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന UP-യിൽ ആദിത്യനാഥ് ഭരിക്കുന്നു, അവിടെ ഹിന്ദുക്കളാണ് മുഴുവൻ എന്നുള്ളതാണ്. അല്ല, UP-യിൽ ചില പ്രദേശങ്ങളിൽ മുഴുവൻ ഇസ്ലാമിക തീവ്രവാദികൾ താവളടിച്ച പ്രദേശങ്ങളാണ്. ബീഹാറിൽ ഇത് തന്നെയാണ്. ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ പറയാറുണ്ട്, അങ്ങ് കാശ്മീർ മുതൽ കേരളം വരെയുള്ള ഒരു പച്ചിടനാഴികയുണ്ട്. അതിപ്പോൾ ആ പച്ചിടനാഴി എന്നിട്ട് മധ്യഭാരതത്തിൻ്റെ സിൽച്ചി പോലുള്ള പ്രദേശങ്ങളിൽ കൂടിയിട്ട് ഗുജറാത്തിൽ വരെ എത്തുന്നുണ്ട്. അപ്പം ചില പ്രത്യേക പ്രദേശങ്ങൾ മുഴുവൻ ആ നിലയ്ക്ക് ആക്കി തീർത്ത് കോളനി പോലെ ആക്കി അവിടെ നിരവധി ആൾക്കാരെ ജനിപ്പിച്ചു വിട്ട് തെറ്റൊന്നുമില്ല. കാര്യം എന്താണ്, ഓരോ വീട്ടിലും 15ഉം 16ഉം ഒക്കെ പേരായി കഴിഞ്ഞാൽ ഇതാണ് നടക്കുന്നത്. ഇതിൽ കൂടിയിട്ട് SIR വന്നിരുന്നില്ലെങ്കിൽ വിദേശത്തുള്ള ആൾക്കാർ പൗരന്മാർക്കും കൂടിയിട്ട് ഇവിടെ ഇതുണ്ടായിരുന്നു. ഇതുകൊണ്ടാണല്ലോ ഇപ്പോൾ അതിനെ എതിർക്കാൻ കാരണം. അപ്പം കാര്യമായുള്ള ശ്രദ്ധ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ ഒരു ബംഗ്ലാദേശ് കേരളമായി തീരും. വലിയ കാലമൊന്നും കൂടുതൽ വേണ്ടി വരില്ല. അപ്പം കേരളം അതാകുന്ന സമയത്ത് ബംഗാളും അങ്ങനെയായി തീരും. കുറച്ച് കഴിയുമ്പം ഓരോ പ്രദേശവുമായി തീർന്ന് സൂക്ഷ്മതയോട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഹിന്ദുവിൻ്റെ നില അപകടത്തിലായിരിക്കും. ഹിന്ദു എന്ന് പറഞ്ഞ് നിൽക്കാൻ സാധിക്കില്ല.
ബംഗ്ലാദേശിൽ ഇന്ന് എന്ത് സംഭവിക്കുന്നോ അത് നാളെ ഭാരതത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.